റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ലോകത്ത് രചിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ മദ്ഹാണ് ഖസീദത്തുൽ ബുർദ എന്ന് നമുക്കറിയാം. ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വിശ്വവിഖ്യാതമായ മദ്ഹാണ് ഖസീദത്തുൽ ബുർദ എന്നതിലും അപ്പുറം ബുർദക്ക് വല്ലാത്ത ശിഫയുടെ ശക്തിയുണ്ട് എന്ന് നമുക്കറിയാം. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന് രോഗം ഉണ്ടായപ്പോൾ എന്റെ രോഗം മാറണം എന്ന നിയത്തോടു കൂടെ ഇമാം ബൂസൂരി തങ്ങൾ എഴുതി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ, ബുർദ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു മഹാനവറുടെ രോഗം ശിഫയാക്കി കൊടുക്കുകയാണ്. ആദ്യമായി ബുർദ ശിഫയാക്കിയ രോഗം അത് ഇമാം ബൂസൂരി തങ്ങളുടെ രോഗമായിരുന്നു. ബൂസൂരി തങ്ങളുടെ രോഗം ശിഫയാക്കിയതോടുകൂടെ ബുർദ അതിന്റെ ശിഫയുടെ ഡ്യൂട്ടി അവസാനിപ്പിച്ചിട്ടില്ല. ഈ കാലഘട്ടം വരെ കോടാനുകോടി മനുഷ്യരുടെ രോഗങ്ങൾക്ക് മരുന്നായിട്ടാണ് പിന്നീട് ബുർദ മാറിയ കാഴ്ച നമ്മൾ കണ്ടത്. ഒരുപാട് മനുഷ്യർക്ക് മദീനയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു ഖസീദത്തുൽ ബുർദ. ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലും അല്ലാതെ നേരെയും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുത്ത ഖസീദത്തുൽ ബുർദ. ബുർദ ഒരു നാട്ടിൽ ചൊല്ലുമ്പോ, ഒരു നാട്ടിൽ ബുർദ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവിടെ വർഷങ്ങളോളം ഇബ്ലീസിന് കടക്കാൻ പേടിയായിരിക്കുമെന്ന് മഹാന്മാര് ബുർദയുടെ മഹത്വം പറഞ്ഞെടുത്ത് കാണാൻ കഴിയും. ഒരു നാട്ടിൽ ബുർദ ചൊല്ലുമ്പോ ആ നാട്ടിൽ മാത്രല്ല, ആ ബുർദ ചൊല്ലിയ ഏരിയയിലും അതിന്റെ ചുറ്റുഭാഗങ്ങളിലുള്ള എല്ലാ വീടുകളിലും, ആ നാടിന്റെ ചുറ്റുഭാഗങ്ങളിലുള്ള എല്ലാ നാടുകളിലേക്കും, അവിടെയൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരിലേക്കും ആ മദഹിന്റെ അനുഗ്രഹങ്ങൾ എത്തിച്ചേരുകയാണ്. നമ്മൾ ഇവിടെ അത്താജെ എന്ന ഗ്രാമം മുഴുവൻ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഓരോ വീടുകളിൽ നിന്നും ഒരാളെങ്കിലും ഇവിടെ മദഹ് ചൊല്ലാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ചൊല്ലുകയാണ്. ഈ സമയം വരെ സ്റ്റേജിലുള്ളവർ മദഹ് ചൊല്ലുകയും നമ്മൾ ഇങ്ങനെ ആവേശം കൊള്ളുകയുമാണ് ചെയ്തത്. ഇനി നമ്മളെല്ലാവരും ഒട്ടിക നല്ല ജോറിൽ ചൊല്ലണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബുർദയുടെ ശിഫ പറഞ്ഞെടുത്ത് മഹാന്മാര് പറഞ്ഞത് കാണാൻ കഴിയും. ബുർദ ഇനി ഒരാൾ ചൊല്ലിയിട്ടില്ലെങ്കിലും എന്റെ രോഗം മാറിയാൽ ഞാൻ ബുർദ ചൊല്ലും എന്ന് തീരുമാനിക്കുന്നതോടുകൂടെ തന്നെ രോഗങ്ങൾ ശിഫയാകുന്ന അത്ഭുതങ്ങളാണ് ബുർദക്ക് പറയാനുള്ളത്. ബുർദയുടെ ശിഫയുടെ മഹത്വം പറഞ്ഞിട്ട് മഹാന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. ബുർദ വരി ഇങ്ങനെ കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ പോലും ചൊല്ലിയിട്ടൊന്നുമില്ല, ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. രോഗിയുടെ മുന്നിൽ ബുർദയുടെ വരി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുക്കുന്നതോടുകൂടെ രോഗങ്ങൾ ശിഫയായ അത്ഭുതങ്ങൾ ബുർദയുടെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത്രയും പവർഫുൾ ആയിട്ടുള്ള പച്ചവെള്ളത്തെ എല്ലാ രോഗത്തിനും ഒറ്റമൂലിയാക്കാൻ കഴിയുന്ന, എല്ലാ രോഗത്തിനും ശിഫയാക്കാൻ കഴിയുന്ന, എല്ലാ അർത്ഥത്തിലുമുള്ള മരുന്നാക്കി മാറ്റാൻ കഴിയുന്ന മദ്ഹാണ് ഖസീദത്തുൽ ബുർദ. ആ ബുർദയാണ് നമ്മൾ ചൊല്ലുന്നത്. ബുർദ ചൊല്ലിയ സദസ്സിൽ ഒരു കുപ്പിയിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം പിന്നെ പച്ചവെള്ളമല്ല, അത് പിന്നെ എല്ലാ രോഗത്തിനും ശിഫയാക്കാൻ പറ്റുന്ന വല്ലാത്ത മരുന്നാണ്. ആ മദ്ഹാണ് നമ്മൾ ചൊല്ലുന്നത്. എല്ലാവരും മനസ്സറിഞ്ഞ് നമ്മുടെ ഫോണിൽ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, മറ്റേ ഗ്രാം, മറിച്ചേ ഗ്രാം ഒക്കെ ഉണ്ടാകും. അതിന്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, മൗലിദ് കിതാബിന്റെ ആപ്ലിക്കേഷൻ. അതില്ലാത്തവർ അത് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യണം. അത് ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. നമുക്ക് എല്ലാ സ്ഥലത്തേക്കും മൗലിദ് കിതാബും കൈപിടിച്ച് പോകാൻ കഴിയില്ല, എല്ലാ സ്ഥലങ്ങളിലേക്കും ഖുർആനും കൈപിടിച്ച് പോകാൻ കഴിയില്ല, മാലയുടെ കിതാബ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഷർട്ട് പോലെ അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പ് പോലെ നമ്മുടെ കൂടെ തന്നെ ഒട്ടിച്ചേർന്ന് ഉള്ള ഒരു സംഗതി ആയതുകൊണ്ട് ഇതിൽ അത് ആഡ് ചെയ്തു വെച്ചാൽ നമുക്ക് വലിയ ഉപകാരമാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ബുർദയുടെ PDF-ഉം ആഡ് ചെയ്ത് വെക്കുക. ആ ബുർദയൊന്ന് ഓപ്പൺ ചെയ്ത് എല്ലാവരും കൂടെ ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കുമാറാ. ജീവിതത്തിൽ ഒരുപാട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ കേൾക്കാൻ, ആ മദഹിന്റെ മജ്ലിസിൽ വന്നിരുന്നിട്ട് മദഹിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഇങ്ങനെ വന്ന് ഇരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഇരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചാൽ തന്നെ ആ മജ്ലിസുകൾ അള്ളാഹുവിന്റെ എല്ലാ അംബിയാ മുർസലിങ്ങളുടെയും പ്രത്യേകിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മജ്ലിസുകളാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിന്റെ മജ്ലിസുകൾ. അവിടെ വന്നിങ്ങനെ ഇരുന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മജ്ലിസിൽ നമ്മൾ രക്ഷപ്പെട്ടാൽ അത് മതിയാവും ജീവിതം മുഴുവൻ സന്തോഷമാകാൻ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മൾ യാ അക്രമ ബൈത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ
പരിശുദ്ധ ദീനിൽ നടന്ന ആദ്യ യുദ്ധമായ ബദർ യുദ്ധത്തെക്കുറിച്ചുള്ള വരികളാണ് നമ്മൾ ചൊല്ലുന്നത്. ബദരീങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾക്ക് നേതൃത്വമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. അവരുടെ കയ്യിൽ വാളും പീരങ്കിയും തോക്കും ഒന്നുമില്ലായിരുന്നു. അവരുടെ ധൈര്യവും അവരുടെ ആയുധവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട് എന്നുള്ളതായിരുന്നു. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ധൈര്യവും ഏറ്റവും വലിയ ധൈര്യവും പ്രതീക്ഷയും പടച്ച റബ്ബ് എന്റെ കൂടെയുണ്ട് എന്നുള്ളതായിരുന്നു. ആ പടച്ച റബ്ബിന്റെയും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്വഹാബത്തിന്റെ സമർപ്പണ ബോധവും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പടച്ച റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ സമർപ്പണ ബോധവും ഒന്നിച്ചു ചേർന്നാണ് ബദർ അത്ര മനോഹരമായി ലോകത്ത് നിലകൊണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് ഹിജ്റ പോയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലെത്തുമ്പോൾ അവിടെയുള്ള മനുഷ്യർ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാൻ കഴിയാതെ അവർ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെടുത്തെറിഞ്ഞ് വേദനിപ്പിച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ത്വായിഫ് ചരിത്രം വായിക്കുമ്പോഴും അത് പഠിക്കുമ്പോഴും അത് മനസ്സിലാക്കുമ്പോഴും ഒക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റി വീഴാതെ ആ ചരിത്രം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. അത്രയും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമനോഹരമായ ജീവചരിത്രത്തിൽ വേദനിച്ച ആ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിന്റെ തെരുവീതിയിൽ ശരീരത്തിൽ നിന്ന് ആ ശറഫാക്കപ്പെട്ട മേനിൽ നിന്ന് രക്തമുറ്റി വീഴുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറയാണ്, അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട്, ഈ കാണുന്ന രണ്ട് കൂറ്റൻ പർവ്വതങ്ങൾക്ക് മലകൾക്കിടയിലിട്ട് അങ്ങേ വേദനിപ്പിച്ച ഈ സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചു കൊള്ളാൻ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട്. അങ്ങൊന്നൊരു സമ്മതം നൽകിയാൽ ഞാനത് ഭംഗിയായിട്ട് നിർവഹിച്ചോളാം എന്ന് പറയുമ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞൊരു റിപ്ലൈ ഉണ്ട്. അരുത് ജിബ്രീലേ, വേണ്ട ജിബ്രീലേ, അവരറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതല്ല ജിബ്രീലേ, അവരിനി പരിശുദ്ധ ദീനിലേക്ക് അവരും അവരുടെ മക്കളും പരമ്പരയും പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരുമല്ലോ എന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മടക്കി അയച്ച മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തെ കുറിച്ച് ത്വായിഫിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ത്വായിഫ് വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ പോയ മറ്റൊരു ഇഷ്കിന്റെ അധ്യായം കൂടെ ത്വായിഫിൽ അന്ന് രചിക്കപ്പെടുകയുണ്ടായി. അതിങ്ങനെയായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ മനുഷ്യർ കല്ലെടുത്തെറിയാൻ വേണ്ടി കല്ലുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ എടുക്കരുതേ എന്ന് നിലവിളിച്ച കല്ലുകളുടെ അവസ്ഥ, അവർ തീർച്ചയായും ത്വായിഫിലെ കല്ലുകൾ കരഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. കാരണം അവർക്കറിയാം ഞങ്ങളെ ഈ മനുഷ്യർ എടുക്കുന്നത് ഞങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കാനാണെന്ന്. അവർ എടുത്തതിന് ശേഷം അവരുടെ കൈകളിൽ നിന്ന് വീണുപോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച കല്ലുകളുടെ അവസ്ഥ. ഇനി അതിനും സാധിക്കാതെ അവർ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എറിഞ്ഞതിന് ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫായ മേനി സ്പർശിക്കാതെ ഭൂമിയിൽ വേറെ എവിടെയെങ്കിലും വീണു പോയി പതിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നിലവിളിച്ച് കരഞ്ഞ കല്ലുകളുടെ അവസ്ഥ. തീർച്ചയായും ആ കല്ലുകൾ അങ്ങനെ കരഞ്ഞിട്ടുണ്ടാകും, ഉറപ്പാണ്. ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോയിരുന്ന മക്കയിലെയും മദീനയിലേക്ക് വഴികളിൽ കല്ലുകളും മരങ്ങളും ഓടി വന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞിരുന്നത് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മലകളും പർവ്വതങ്ങളൊക്കെ ഞങ്ങൾ സ്വർണത്തിന്റെ മലകളായിക്കൊള്ളാം, അങ്ങ് ഞങ്ങളെയൊക്കെ എടുത്ത് മക്കയിലെ ഏറ്റവും വലിയ ധനികനായിക്കൊള്ളൂ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പർവ്വതങ്ങൾ പറഞ്ഞത് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മദീന പള്ളിയിൽ പുതിയൊരു മിമ്പർ വന്നപ്പോ പഴയ മിമ്പർ മദീന പള്ളിയുടെ മൂലയിലേക്ക് എടുത്തു വെച്ചപ്പോ നമ്മുടെ വീടുകളിലൊക്കെ പുതിയൊരു സാധനം വരുമ്പോ, പുതിയൊരു ഫാന് വരുമ്പോ ആ പഴയ ഫാന് വർക്കിംഗ് ഉള്ളതാണെങ്കിലും പുതിയത് വന്നാൽ പഴയതൊന്ന് നമ്മൾ വീടിന്റെ മൂലയിലേക്ക് സ്റ്റോർ റൂമിലേക്ക് ഒന്ന് മാറ്റി വെക്കാറുണ്ട്. അതുപോലെ മദീന പള്ളിയിൽ പുതിയ മിമ്പർ വന്നപ്പോ പഴയ മിമ്പർ മദീന പള്ളിയുടെ മൂലയിലേക്ക് ഒന്ന് മാറ്റി വെച്ചപ്പോ പുതിയ മിമ്പർ വന്നിട്ടുള്ള ആദ്യ വെള്ളിയാഴ്ച പുതിയ മിമ്പറിന്റെ ഉദ്ഘാടന ഖുതുബ നിർവഹിക്കാൻ വേണ്ടി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലെടുത്ത് വെച്ചതും മദീന പള്ളിയുടെ മൂലയിൽ നിന്നൊരു കരച്ചിൽ ഇങ്ങനെ കേൾക്കുകയാണ്. ആദ്യം ഒരു നേർത്ത കരച്ചിലായിരുന്നു, ഒരു ചെറിയ കരച്ചിലായിരുന്നു. പിന്നെ കരച്ചിലിന്റെ സൗണ്ട് കൂടി വന്നു. സ്വഹാബത്ത് കരുതി ഏതെങ്കിലും ഒരു പാവപ്പെട്ട സ്വഹാബി ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് കരയായിരിക്കുന്നു.
പിന്നെ മനസ്സിലായി ഇത് മനുഷ്യന്റെ കരച്ചിലല്ല, അത് ആ മദീന പള്ളിയുടെ മൂലയിലേക്ക് മാറ്റിവെച്ച ഈന്തപ്പന മരത്തിൽ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ സ്റ്റാർട്ട് ചെയ്യാതെ ആ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് പഴയ മിമ്പറിന്റെ അരികെ വന്നിങ്ങനെ നിന്നു. എന്തിനാ കരയുന്നത്? എല്ലാ ആഴ്ചയിലെയും വെള്ളിയാഴ്ച ദിവസമാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കാറുണ്ടായിരുന്നു. എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച ദിവസമായാൽ വളരെ മൊഞ്ചായി ഖുതുബ നിർവഹിക്കാൻ വേണ്ടി ഇങ്ങനെ കടന്നു വരുന്ന ആ രാജകീയ വരവും കാത്ത് ഞാനിങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു. എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മേലെ ചവിട്ടി ഖുതുബ നിർവഹിക്കുമ്പോ എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫായ പാദം കൊണ്ട് കാലുകൊണ്ട് എന്റെ മേലെ ചവിട്ടി ഖുതുബ നിർവഹിക്കുമ്പോ എന്റെ ഹബീബ് ഖുതുബ ആരംഭിച്ചാൽ അത് അവസാനിക്കരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. എന്റെ ഹബീബ് ഖുതുബ ആരംഭിക്കുമ്പോ, ഖുതുബ നിർവഹിക്കുമ്പോ എന്റെ ഹബീബിന്റെ ശരീരത്തെ ഒട്ടിച്ചേർന്ന് കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ കൊടുത്ത് കിടക്കാനുള്ള ഭാഗ്യം എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് ലഭിക്കാറുണ്ടായിരുന്നു. പക്ഷേ മദീന പള്ളിയിൽ പുതിയ മിമ്പർ വന്നിരിക്കുന്നു. എന്റെ ഇടം, എന്റെ സ്പേസ് മദീന പള്ളിയുടെ മൂലയിലേക്ക്, ആർക്കും വേണ്ടാത്ത സ്പേസിലേക്ക് മാറിയിരിക്കുന്നു. ഇനി എനിക്ക് എൻ്റെ ഹബീബിന്റെ സ്പർശനമേൽക്കാനുള്ള, എൻ്റെ ഹബീബിന്റെ ശരീരത്തെ ഒട്ടിച്ചേർന്ന് കിടക്കാനുള്ള ഭാഗ്യം ഒരൊറ്റ വെള്ളിയാഴ്ചയും ലഭിക്കൂലല്ലോ എന്ന വേദനയിലാണ് മിമ്പർ കരയുന്നത്. അപ്പൊ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട് മിമ്പറിനോട് പറയാ, നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ കരയുന്നത്? നീ എന്റെ കൂടെ നാളെ സ്വർഗത്തിലുണ്ടല്ലോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിനോട് പറയാണ്. അശ്റത്തുൽ മുബശ്ശിരീങ്ങളായ 10 സ്വഹാബത്തിനോട് നിങ്ങൾ സ്വർഗത്തിലുണ്ട് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്കറിയാം. യാ അക്രമയിൽ അവസാനം ആ 10 നാമങ്ങളും എടുത്തു നമ്മൾ ചൊല്ലുന്നുണ്ട്. ഉമരി എന്ന് പറഞ്ഞിട്ടുള്ള വരികൾ നമ്മൾ ചൊല്ലുന്നുണ്ട്. എന്നാൽ ചലിക്കാത്ത, ജീവനില്ലാത്ത ഒരു വസ്തുവിനോട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞത് മദീന പള്ളിയുടെ മിമ്പറിനോടായിരുന്നു. ആ മിമ്പറിനോട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അത് പാവപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രതീക്ഷയുടെ വാക്കാണ്. അതെങ്ങനെയാണ് പ്രതീക്ഷയുടെ വാക്കാകുന്നത്? ആ മിമ്പറിൽ നടക്കാനും ഇരിക്കാനും ചലിക്കാനും മദ്ഹ് പാടാനും പറയാനും ഇഷ്ക് ചിന്തിക്കാനും എന്നുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടില്ല. അതിനോട്, ആ നിർജീവമായ മരക്കട്ടയോട് നീ സ്വർഗത്തിലുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹബത്ത് വെക്കാനും സ്നേഹിക്കാനും ഇഷ്ക് പാടാനും പറയാനും ചിന്തിക്കാനും ആവിഷ്കരിക്കാനും എല്ലാ കഴിവും നൽകി പടച്ച റബ്ബിന്റെ സൃഷ്ടികളിൽ ഉത്തമരായ മനുഷ്യവർഗങ്ങളായി ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ള മനുഷ്യരാകുന്ന നമ്മൾ മനസ്സറിഞ്ഞൊരു സ്വലാത്ത് ചൊല്ലിയാൽ, മനസ്സറിഞ്ഞ് മദീനയിലേക്ക് ഒരു സലാം പറഞ്ഞാൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഏറ്റെടുക്കും എന്നത് ഉറപ്പാണ്. മനസ്സറിഞ്ഞ് ഒരുപാട് സ്വലാത്തുകൾ മദീനയിലേക്ക് സമർപ്പിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.